അൽ ഇസ്തിസ്ലാമുലില്ല എന്ന് പറഞ്ഞു. അള്ളാഹുവിന് കീഴ്പ്പെടുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പരിപൂർണമായിക്കൊണ്ടും അള്ളാഹുവിന് കീഴ്പ്പെടുക. അപ്പം അള്ളാഹു അല്ലാത്തവർക്ക് കീഴ്പ്പെടുന്നതിന് എന്തെന്ന് പറയാൻ പറ്റൂല, ഇസ്ലാം എന്ന് പറയാൻ പറ്റില്ല. മൂപ്പര് കീഴ്പ്പെടണമൊക്കെ ഉണ്ട്, അവർക്ക് ഭയങ്കര പേടിയും ബേജാറും ഒക്കെയാണ്, ഭയങ്കര ബേജാറൊക്കെ ഉണ്ട്. പക്ഷെ അള്ളാഹ് പറഞ്ഞതിനല്ല എങ്കിലോ അതിന് ഇസ്ലാം എന്ന് പറയാൻ പറ്റൂല. എപ്പോഴൊരാൾ ഇസ്ലാം എന്ന് പറയാം, അള്ളാഹ് പറഞ്ഞ വിധികൾക്കും വിലക്കുകൾക്കും ഒരാൾ കീഴ്പ്പെടുന്നുണ്ടോ അതിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പാപ്പാനെ പേടിച്ച് ഉമ്മാനെ പേടിച്ച് അല്ലെങ്കിൽ നാട്ടുകാരെ പേടിച്ച് ഇങ്ങാണ്ട് ഒരു കാര്യം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചല്ല പറയണത്. ഇനിയിപ്പോൾ മൂപ്പരെന്താ പറയുക, നാട്ടുകാരെന്താ പറയുക, ഉമ്മ എന്താ പറയുക, ഇനിയിപ്പോൾ അങ്ങനെ നടക്കട്ടെ എന്ന് കരുതിയിട്ടല്ല, മറിച്ച് അള്ളാഹു എന്ത് പറയും, അള്ളാഹു എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന വിഷയത്തിൽ അങ്ങനെ വിചാരിച്ച റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ആദർശത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എങ്ങനെ? ബിത്തൗഹീദി, അഥവാ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ മാത്രം എന്ന് പറഞ്ഞു. ഇപ്പം ചില ആളുകളുണ്ട്, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളും അനുസരിക്കും, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി കൊണ്ടുനടക്കുന്നുണ്ട്. എന്നാൽ മറ്റു പല ആളുകളെയും മറ്റു പല പിന്നെ എന്താ പറയുക, അള്ളാഹുവിനെ പോലെ തന്നെ മറ്റൊരു ഏരിയയിൽ സൃഷ്ടിച്ചിട്ടുള്ള അതേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പല ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അവരുടെ വാക്കുകൾക്ക് ഭയങ്കര പേടിയിരിക്കും, അവരുടെ വാക്കുകൾ ലംഘിക്കാനും അവരിൻ്റെ ഗുരുത്തക്കേട് തട്ടോ എന്നൊക്കെ പേടിച്ചും കണ്ട് അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അത് പറ്റൂല. റഹ്മാനായ റബ്ബിനെ മാത്രം, അവനെ മാത്രം കീഴ്പ്പെടുക എന്നല്ല. അതിൻ്റെ അർത്ഥം സൃഷ്ടികളെ ആർക്കും കീഴ്പ്പെടാണ്ട് ഉമ്മാനെ അനുസരിക്കേണ്ടതെന്നല്ല പറയുന്ന അർത്ഥം. ഇബാദത്തിൻ്റെ പരിധിയിൽ വരുന്ന ചില സംഗതികളുണ്ട്, അത് അവനക്ക് മാത്രമാക്കി കൊടുക്കാന്നാണ്.